ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. പ്രിയ സ്നേഹിതരെ, ഇന്നലെ നാം പഠിച്ചത് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമത്തിലെ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അവിടെ നാം പഠിച്ചത് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടല്ലയോ. ഇതൊരു എംപവറിങ് ആൻഡ് എൻകറേജിങ് വചനമായിരുന്നു. അത് വളരെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഓടുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു വചനം. ഇന്ന് നാം പഠിക്കുന്നത് നമ്മൾ വെറുതെ നമ്മുടെ ജീവിതത്തിൽ ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മെ ഉയർത്തും. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുക: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കും. അതായത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവേ തരണമേ 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 എന്നല്ല, കർത്താവേ ഈ ഒരു സാഹചര്യം തന്നതിനെ ഓർത്ത്, ചിലപ്പോൾ സങ്കടങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മെ വളരെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ദുഃഖങ്ങളായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം, നമുക്ക് നൽകപ്പെട്ട സന്തോഷങ്ങളായിരിക്കാം. ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാം കടന്നു പോകുന്ന ഏത് സാഹചര്യവും കർത്താവ് ഈ സാഹചര്യം ഒരുക്കിയതിനെ ഓർത്തുകൊണ്ട്, ഒരിക്കലും കർത്താവ് നമ്മുടെ തിന്മയ്ക്കായിട്ട്, നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടൊന്നും സംഭവിക്കുന്നില്ല, എല്ലാം നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുക. അത് ദൈവത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ അത് നന്മയായിട്ട് മാറും. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വചനം പഠിച്ചിരുന്നു അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായിട്ട് മാറും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യാചനകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ കൃതജ്ഞതാസ്തോത്രം, നന്ദിയോടെ ഈശോയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ ഈ സാഹചര്യം, ഈ ജോലി തന്നതിനെ ഓർത്തുകൊണ്ട്, ഈ ജോലിയിൽ എനിക്കുള്ള ബുദ്ധിമുട്ടിനെ ഓർത്തുകൊണ്ട്, എനിക്ക് ശമ്പളം ഇന്നലെ കിട്ടിയില്ല, ആ ശമ്പളം കിട്ടാത്തതിനെ ഓർത്ത്, നാളെ അതിനപ്പുറമായിട്ട് നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല. ദൈവം നമ്മെ നയിക്കുന്ന വഴികൾ നമുക്കറിയില്ല. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ വചനത്തിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കുക, 7-ാം വാക്യം പറഞ്ഞു വയ്ക്കുക. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ്. അതും കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. വചനം ഈ 6-ാം വാക്യം നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മെ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് നമ്മുടെ ധാരണ, നമുക്കൊരുപാട് ധാരണകളുണ്ട്. അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, നമ്മുടെ ജീവിതം എന്തായിത്തീരും, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമോ, ഇങ്ങനെ വളരെ ആകുലപ്പെട്ട് കഴിയുന്ന എല്ലാവരോടുമായി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൃതജ്ഞതാസ്തോത്രങ്ങളും നന്ദിയോടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഒരു വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്